നമസ്കാരം. ഒരു ദിവസം 24 മണിക്കൂറുണ്ടെങ്കിൽ ആ 24 മണിക്കൂറും സംഘപരിവാറിനെ ചീത്തയും വിളിച്ചു നടക്കുന്ന ഒരു മനുഷ്യനാണ് സണ്ണി എം കാപ്പിക്കാട് എന്ന വ്യക്തി. ആളൊരു ക്രിപ്റ്റോ ക്രിസ്ത്യനൊക്കെയാണ്. പക്ഷേ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് സംവരണ വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുവാണ് എന്ന് കാണിക്കാൻ വേണ്ടി വീണ്ടും പേരൊക്കെ മാറ്റിയ ആളാണ്. പക്ഷേ അങ്ങനെ ഭാവിക്കാറില്ല. ഒരു കവിയൊക്കെ ആയിരുന്ന കാപ്പിക്കാടിൻ്റെ പേരൊക്കെ അടിച്ചു മാറ്റി സ്വന്തം പേരിൻ്റെ കൂടെ, അത് തന്നെ സ്വന്തം പേരാണോ എന്ന് ഉറപ്പില്ല. അങ്ങനെ നടന്ന ഒരു വ്യക്തിയാണ്. എന്ത് സംഭവം നടന്നാലും അതിൽ ജാതീയത കണ്ടെത്താൻ അദ്ദേഹത്തിന് പ്രത്യേക കഴിവ് തന്നെയാണ്. അതില്ലാതെ അദ്ദേഹത്തിന് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് അയാൾ ഈ കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മൾ അയാളെ കാണുന്നത്. എന്ത് വിഷയമുണ്ടെങ്കിലും അതിൽ ജാതീയത കണ്ടെത്തിയിരിക്കും. എന്തിന് ഇവിടെ നന്ദഗോവിന്ദം ഭജൻസ് എന്ന് പറഞ്ഞ ആളുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഭജൻസ് ഉണ്ടെങ്കിൽ പോലും അതും സംഘപരിവാറിൻ്റെ അജണ്ടയാണ് എന്ന തരത്തിൽ കുത്തിത്തിരിപ്പുമായിട്ട് വരുന്ന ആളാണ്. സുഡാപ്പികളുടെ കണ്ണിലുണ്ണിയാണ്. കൂടാതെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്ന ആളാണ്. മീഡിയ വൺ പോലുള്ള ചാനലുകൾക്ക് വളരെ പ്രിയങ്കരനായ വ്യക്തിയാണ്. സർവോപരി സംഘപരിവാറിനെതിരെ പടപുരുതുന്ന ആളായതിനാൽ വൈക്കത്തെ സീറ്റ് തരാമെന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ്സുകാർ ഇയാൾക്ക് വലിയ പ്രലോഭനമൊക്കെ കൊടുത്തിരുന്നു. എന്നാൽ കോൺഗ്രസിൻ്റെ ആദ്യ സ്ഥാനാർത്ഥി ലിസ്റ്റ് വന്നപ്പോൾ വൈക്കത്ത് ഇദ്ദേഹത്തിന് സീറ്റില്ല. അത് കണ്ടപ്പോൾ കലിപ്പിലായി. എനിക്ക് ഇങ്ങോട്ട് വന്ന് ഉറപ്പ് തരികയായിരുന്നു, എന്തിനാണ് എന്നെ കൈവിട്ടത് എന്നറിയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കാപ്പിക്കാട് കലിപ്പിലാണ്. അങ്ങനെ വലിയ കാര്യത്തെ സംഘപരിവാറിനെതിരെയൊക്കെ പറഞ്ഞാൽ കോൺഗ്രസ് സീറ്റ് കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കാം ഒരുപക്ഷെ ഇത്തരം അഭ്യാസങ്ങളൊക്കെ കാണിച്ച് വട്ടത്തിലും നീളത്തിലുമൊക്കെ 3G ആയിരിക്കുകയാണ് എന്നാണ് പറയാനുള്ളത്. ഇതേപോലെ തന്നെ ഈ കോൺഗ്രസിൽ സീറ്റ് മോഹിച്ച മറ്റൊരാളാണ് BJPയിൽ നിന്ന് പോയ സന്ദീപ് വാര്യർ. അദ്ദേഹം സീറ്റ് ആഗ്രഹിച്ചിരുന്നത് പാലക്കാടോ അല്ലെങ്കിൽ തൃശ്ശൂരോ അല്ലെങ്കിൽ ജലീൽ മത്സരിക്കുന്ന തവനൂരോ ഒക്കെയാണ്. എന്നാൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി ലിസ്റ്റ് വന്നപ്പോൾ ഈ മൂന്നിടത്തും സന്ദീപ് വാര്യരില്ല. ഈ കോൺഗ്രസിൻ്റെ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിൽ ഒരു സീറ്റിൽ തന്നെ മത്സരിക്കാൻ 10-ലധികം ആളുകളുടെ ഇടിയാണ്. അതിനിടയിലാണ് ഇതുപോലെ പുറത്തുനിന്ന് വന്നവരും മറ്റു പാർട്ടിയിൽ നിന്ന് വന്നവരൊക്കെ സീറ്റിനായിട്ട് ചോദിക്കുന്നത്. ഒരുപക്ഷെ ഒരു സമയത്ത് ഇവരോടൊക്കെ സീറ്റ് കൊടുക്കാമെന്നവർ വാഗ്ദാനം നൽകിയിരിക്കാം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നപ്പോൾ, പ്രത്യേകിച്ചും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവർക്ക് വലിയ ഭൂരിപക്ഷത്തിൽ കുറേ പഞ്ചായത്തുകൾ കിട്ടിയപ്പോൾ അടുത്ത ഭരണം കിട്ടും എന്ന ധാരണയിൽ MLA ആവാനും മന്ത്രിയാവാനും വേണ്ടി ആ പാർട്ടിയിൽ വലിയ ഇടിയാണ്. അതിനിടയിലാണ് ഇവർക്കൊക്കെ സീറ്റ് കൊടുക്കുന്നത്. എങ്ങനെ കൊടുക്കാനാണ്? ഇപ്പോൾ സന്ദീപ് വാര്യർക്ക് സീറ്റ് കൊടുക്കുകയാണെങ്കിൽ ആ മണ്ഡലം ഏതാണോ അവിടെ തന്നെ ഉള്ള യൂത്ത് കോൺഗ്രസ്സുകാരടക്കമുള്ളവർ അലമ്പുണ്ടാക്കും. കാരണം അവർ പറയും ഞങ്ങൾ എത്രയോ വർഷമായിട്ട് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നു, അപ്പോഴാണ് ഒരു വർഷം പോലും ആവാത്ത ഒരാൾ, അതായത് BJPയിൽ നിന്ന് വന്നിട്ട് ഒരു വർഷം പോലും ആവാത്ത ഒരാൾക്ക് സീറ്റ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിമത പ്രശ്നങ്ങളും മറ്റുമായി ഒരുപക്ഷെ വിമത സ്ഥാനാർത്ഥിയായിട്ട് വരെ നിൽക്കാൻ സാധ്യതയുണ്ട്. അത് അവരുടെ മൊത്തത്തിലുള്ള വിജയത്തെ തന്നെ ബാധിക്കും. അതിനാൽ ആയിരിക്കാം ഒരുപക്ഷെ സന്ദീപ് വാര്യർക്ക് സീറ്റ് കൊടുക്കാതെ മാറ്റിയത്. ഈ സണ്ണി പി കാപ്പിക്കാടിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. ഒരുപക്ഷെ വൈക്കം പോലുള്ള ഒരു മണ്ഡലത്തിൽ ഇയാൾക്ക് സീറ്റ് കൊടുക്കുമ്പോൾ വൈക്കത്തുള്ള കോൺഗ്രസ്സുകാർ അലമ്പുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഞങ്ങളാണ് പോസ്റ്റർ ഒട്ടിക്കുന്നത്, ഞങ്ങളാണ് സമരത്തിന് പോകുന്നത്, ഞങ്ങളാണ് തല്ലുകൊള്ളുന്നത്, ഇതൊന്നും ചെയ്യാത്ത സംഘപരിവാറിനെതിരെ മാത്രം സംസാരിക്കുന്നു എന്ന കാരണം കൊണ്ട് അയാൾക്ക് സീറ്റ് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രശ്നമുണ്ടാക്കും. എന്തായാലും കോൺഗ്രസിൻ്റെ സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചും സംഘപരിവാർ വിരുദ്ധത വ്രതമാക്കി കൊണ്ടുകടന്ന സണ്ണി എം കാപ്പിക്കാട് എന്ന അഭിനവ സാംസ്കാരിക നായകനും അതേപോലെ തന്നെ BJPയിൽ നിന്ന് അങ്ങോട്ടേക്ക് ചാടിപ്പോയ വാര്യർക്കും സീറ്റില്ല എന്നതാണ് ഇന്നത്തെ ദിവസത്തെ ഒരു പ്രത്യേകത. ഇനി അടുത്ത ലിസ്റ്റ് പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടാവുമോ എന്നറിയില്ല. എന്തായാലും സണ്ണി എം കാപ്പിക്കാടിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. വൈക്കത്തില്ലെങ്കിൽ പിന്നെ അയാൾക്ക് വേറൊരിടത്തും അയാൾ മത്സരിക്കില്ല. എന്നാൽ വാര്യർ ഒരുപക്ഷെ ഇനിയും അടുത്ത ലിസ്റ്റിൽ വരുമ്പോൾ ഏതെങ്കിലും പ്രതീക്ഷയൊന്നുമില്ലാത്ത സീറ്റ് അദ്ദേഹത്തിന് കൊടുത്ത് ഒതുക്കുമോ എന്നറിയില്ല. അങ്ങനെ കിട്ടിയാൽ തന്നെ മത്സരിക്കുമോ എന്നറിയില്ല. എന്തായാലും കോൺഗ്രസ് രണ്ടുപേരെയും വട്ടത്തിലും നീളത്തിലും വലിപ്പിക്കുകയായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല.